നമസ്കാരം, ഞാൻ മൃണാൽ. നമ്മുടെ മാസ്റ്റർ ക്ലാസ്സിൻ്റെ നെക്സ്റ്റ് വീഡിയോ, റെസ്റ്റോറൻറ്റ് ഒരു ബജറ്റ് പ്ലാൻ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിൽക്കാതെ പോകുന്ന സാഹചര്യങ്ങളെ കുറിച്ചിട്ടാണ്. സേ നിങ്ങൾ ഒരു റെസ്റ്റോറൻറ്റ് 75 ലക്ഷം രൂപ ചിലവാക്കി ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തു എന്ന് വിചാരിക്കുക. ഇന്നലെ ഒരാൾ എന്നെ വിളിച്ചിരുന്നു, സ്വന്തം സ്ഥലത്ത് സ്വന്തം ബിൽഡിങ്ങിൽ പിന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കാൻ പോകണം, റെസ്റ്റോറൻറ്റ് ഇൻറ്റീരിയറും സംഭവങ്ങളും മാത്രം 50 ലാക്സിൻ്റെ മേലെ സ്പെൻഡ് ചെയ്യാൻ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നല്ല കാര്യം, ഓൾ ദ ബെസ്റ്റ്. പക്ഷേ ഒരു ശരാശരി മനുഷ്യൻ വീട് കിട്ടുന്ന പോലെയാണ് പലപ്പോഴും റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ 30 ലക്ഷം രൂപ ചിലവാക്കിയിട്ട് വീട് കെട്ടാൻ തീരുമാനിക്കുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഹൗസ് വാമിങ്ങിന് പോകുമ്പോഴാണ് മൂപ്പര് പറയാം 30 തീർക്കണം എന്ന് വിചാരിച്ചാണ്, പക്ഷേ ചെയ്തു വന്നപ്പോഴേക്കും 48 ലക്ഷം രൂപയായി. ഇതിൻ്റെ പ്രോബ്ലം എന്തെന്നറിയാം, വീട് എന്ന് പറയുന്ന സാധനം കെട്ടി തുടങ്ങിയാൽ റെസ്റ്റോറൻ്റ് ആയാലും തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റില്ലല്ലോ, തീർക്കണ്ടേ. ഇത് നമ്മൾ കറക്റ്റായിട്ടുള്ള പ്ലാനിങ് ചെയ്യാത്തതാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം. പണ്ട് മാർക്ക് ട്വെയിൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അറിയാത്ത കാര്യങ്ങളല്ല നമ്മളെ കുഴപ്പത്തിൽ ചടിക്കുക. നമുക്കറിയാത്ത കാര്യം നമ്മൾ ആരോടെങ്കിലും അന്വേഷിക്കും, കണ്ടുപിടിക്കും, മനസ്സിലാക്കും. പക്ഷെ നമുക്ക് വിചാരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാൻ നമ്മൾ വിചാരിക്കും, പക്ഷെ സത്യത്തിൽ നമുക്കറിയില്ല. അതാണ് നമ്മളെ കുഴപ്പത്തിൽ ചാടിക്കുക എന്ന് മാർക്ക് ട്വെയിൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ബജറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ആദ്യം എന്താ വേണ്ടത്? അത് നമുക്കൊരു കമ്പനി ഉണ്ടാക്കണം, അല്ലേ? റെസ്റ്റോറൻറ്റ് ഒരു കമ്പനി ആയിട്ടാണല്ലോ വരിക. കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലവിധ കമ്പനികളുണ്ട്. LLP ഉണ്ട്, പാർട്ട്ണർഷിപ്പ് കമ്പനി, അല്ലെങ്കിൽ സോളോ, അല്ലെങ്കിൽ അങ്ങനെ പല പല കമ്പനികൾ. റെസ്റ്റോറൻറ്റ് ബേസിക്കായിട്ട് വേണ്ടത് റെസ്റ്റോറൻറ്റ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ലൈസൻസ്ഡ് ആവാൻ പറ്റുന്ന ഒരു കമ്പനിയാണ്. അതെങ്ങനെയാണോ ചെയ്യേണ്ടത് അത് ചെയ്യുക. അതിന് കുറച്ച് പൈസ ചിലവുണ്ടാവും. അപ്പോൾ ബജറ്റിങ്ങിൽ അത് നമ്മൾ ഉൾപ്പെടുത്തണമല്ലോ. പിന്നെ ധാരാളം ട്രാവൽ ചെയ്യേണ്ടി വരും. റെസ്റ്റോറൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു ഷെഫിനെ, നിങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ ഒരു ഷെഫിനെ കണ്ട് കിച്ചൺ എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്ന് ചോദിക്കാൻ ചിലപ്പോൾ നമ്മളൊരു സ്ഥലം വരെ പോകേണ്ടി വരും. ചിലപ്പോൾ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരം വരെ പോകേണ്ടി വരും. അതല്ലെങ്കിൽ ഒരു സംഭവം, ഒരു പ്രത്യേക എക്യുപ്മെൻറ്റ് വേണം എന്ന് പറയുകയാണ്. അപ്പോൾ ആ ഇൻറ്റീരിയറിൽ ഇത്രയും സ്ഥലം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പിസ്സ ഓവൻ, ഇപ്പോൾ ആരോ പറയുകയാണ് ബ്രണ്ടൻ ബോട്ടിയാട് കൊച്ചിയിൽ ഒരു വലിയൊരു പിസ്സ ഓവൻ ഉണ്ട്, അല്ലെങ്കിൽ ഡേവിഡ് ഹാളിലുണ്ട്, ഒന്ന് പോയി കണ്ടു നോക്കൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ വരെ പോകേണ്ടി വരും. അപ്പോൾ നമ്മളൊരു ട്രാവൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പൈസ ബജറ്റിൽ കരുതി വെക്കണം. പിന്നെ നമ്മുടെ മേജർ ഇഷ്യൂ ആദ്യം തന്നെ തുടങ്ങേണ്ട ഒരു കാര്യം റിക്രൂട്ട്മെൻറ്റാണ്. റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അവസാനം എല്ലാം കഴിഞ്ഞ് സ്റ്റാഫിങ് ചെയ്യാൻ നോക്കിയാൽ അതെവിടെ എത്തൂല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നിങ്ങൾ കൊള്ളാവുന്ന ഒരു മാനേജർ, കൊള്ളാവുന്ന ഒരു ഷെഫ്, കൊള്ളാവുന്ന കാഷ്യർ ആരായാലും അവരെവിടെയെങ്കിലും ജോലി ചെയ്യായിരിക്കും. ബഹുഭൂരിഭാഗ സമയത്തും അവരെവിടെയെങ്കിലും ജോലി ചെയ്യായിരിക്കും. വേലയും കൂലിയും ഇല്ലാതെ വെറുതെ വീട്ടിലിരിക്കുന്ന ഒരാളെ കൊള്ളാവുന്ന പണിക്കാരെന്ന് ആരും പറയില്ലല്ലോ. ഇല്ല. അവനവൻ്റെ പ്രൊഫഷനിൽ ആത്മാർത്ഥതയുള്ള കറക്റ്റായിട്ട് ചെയ്യുന്ന ആൾക്കാർ ജോലി ചെയ്യായിരിക്കും. അല്ലാതെ അപവാദങ്ങളുണ്ട്, എന്തെങ്കിലും ഒരു അപകടം പറ്റി വീട്ടിലിരിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ ആരുടെയെങ്കിലും ഒരു കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തൽക്കാലത്തേക്ക് ജോലിയിൽ നിന്നൊരു സബാറ്റിക്കൽ എടുക്കുക, അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് വന്നിട്ട് നാട്ടിലുണ്ട്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വളരെ റെയറായിട്ട് ഉണ്ടാവാറുണ്ട്. എന്നല്ലാതെ അതൊക്കെ അപ്പം തന്നെ അവരെ കൊത്തിക്കൊണ്ടുപോകാൻ ആളുണ്ടാവുകയും ചെയ്യും. കാരണം അവരുടെ ജോലിയിൽ മിടുക്കന്മാരാണ്, അല്ലെങ്കിൽ മിടുക്കികളാണല്ലോ. അപ്പോൾ അവർക്കൊക്കെ നോട്ടീസ് പീരീഡ് ഉണ്ടാവും, പല കാര്യങ്ങളും ഉണ്ടാവും. അതായത് കൊച്ചിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളോട് പുതിയൊരു സ്ഥലത്ത് വന്ന് കൺവിൻസ് ചെയ്ത് പുതിയൊരു സ്ഥലത്തേക്ക് ജോലിക്ക് വരാൻ തയ്യാറാക്കി എടുത്ത് ജോയിൻ ചെയ്യിക്കാൻ ചിലപ്പോൾ 2-3 മാസം എടുത്തുനിന്ന് വരും. നോട്ടീസ് പീരീഡൊക്കെ ഉള്ള ആൾ മിനിമം 15-30 ദിവസം എടുത്തുനിന്ന് വരും, ഇല്ലേ? നമ്മൾ അവസാനം ഇനാഗുറേഷൻ്റെ സമയത്ത് പോയിട്ട് റിക്രൂട്ട് ചെയ്ത് കളയാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ ഒരു മെനു, കോൺസെപ്റ്റ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഇത്രയാണ് കച്ചവടം, ഇത്രയാണ് നമുക്ക് സാലറിയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുക, ഇത്രയും സ്റ്റാഫ് നമുക്ക് വേണം. അത് നമ്മൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്തിട്ടാണല്ലോ ഇതിലേക്കൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ആ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എവിടെയൊക്കെ യാത്ര ചെയ്യേണ്ടി വരും, അതിനെന്തൊക്കെ ചിലവ് വരും, അതുപോലുള്ള സംഭവം. ഇപ്പോൾ ഒരു ഏജൻസീനെ ഏൽപ്പിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ കമ്പനിയുടെ അസോസിയേറ്റ്സ് ഈ ടാലൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതിനൊക്കെ ഫീസ് ഓരോരുത്തരും വാങ്ങും, ഓരോ കമ്പനിയും വാങ്ങും. റിക്രൂട്ട്മെൻ്റ് ആയിട്ട് ഞങ്ങൾ ചെയ്യാറില്ല, ടാലൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഓരോ ഫീസ് ഉണ്ടാവും, അപ്പോൾ അതൊക്കെ കൊടുക്കേണ്ടി വരും. അത് നമ്മൾ കണ്ടുവെക്കണം. പിന്നെ ഓഡിറ്റർ ഫീ, ലീഗൽ ഫീ, അങ്ങനെ ചില സംഭവങ്ങൾ വന്നേക്കാം. ഇപ്പോൾ ഒരു ലീഗൽ കോൺട്രാക്റ്റ് ഉണ്ടാക്കണം ആരെങ്കിലുമൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ സംഭവം എല്ലാ കൊല്ലവും ഓഡിറ്റ് ചെയ്യണം, GST അടക്കണം, അങ്ങനെ പല വിഷയങ്ങളുണ്ട്. അതിനൊക്കെ അക്കൗണ്ടന്റുമാർ, ഓഡിറ്റർമാർ, ഇതൊക്കെ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ ആലോചിച്ച് വെക്കണം. പ്രീ ഓപ്പറേറ്റീവ് ബജറ്റ് എന്ന് പറയുന്നത് ഇനാഗുറേഷന് തൊട്ട് മുമ്പുള്ള ബജറ്റ്, അതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് നമ്മൾ ഒരു സാധാരണ ഭാഷയിൽ പറയുക.
അപ്പം അതിൽ ഇതൊക്കെ വരികയാണെങ്കിൽ എത്ര നമ്മൾ കൂട്ടി വെക്കണം. പിന്നെ നമ്മളൊരു പ്രോപ്പർട്ടിയിൽ ആണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സ്വന്തം പ്രോപ്പർട്ടി ആയാലും വേറൊരാളുടെ പ്രോപ്പർട്ടി ആയാലും ബഹുഭൂരിഭാഗവും വേറൊരാളുടെ പ്രോപ്പർട്ടി ആയിരിക്കും. അപ്പോൾ അതിന് റെൻറ്റ് അഡ്വാൻസും ഒക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ സ്വന്തം പ്രോപ്പർട്ടി ആണെങ്കിൽ പോലും നമ്മളതൊന്ന് എഴുതി വെക്കുന്നത് നല്ലതാണ്. ഞാൻ ഇത് വേറൊരാൾക്ക് റെൻറ്റിന് കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടും, അത് ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല, ഞാൻ തന്നെ അവിടെ ബിസിനസ് ചെയ്യുമ്പോൾ. നമ്മളെപ്പോഴും ആലോചിക്കണം. കാരണം പലരും പറയും എൻ്റെ സ്വന്തം പ്രോപ്പർട്ടിയാണ്, അതുകൊണ്ട് റെൻ്റൊന്നും കൊടുക്കേണ്ട, അതുകൊണ്ട് കുഴപ്പമില്ല. ഇറ്റ്സ് നോട്ട് റൈറ്റ്. കാരണം ഞാനത് വേറൊരാൾക്ക് റെൻറ്റിന് കൊടുത്തിരുന്നെങ്കിൽ ബിസിനസ്സിൻ്റെ തലവേദനയൊന്നും എനിക്ക് ഇല്ലതാണ്, എനിക്ക് കൃത്യമായിട്ട് റെൻറ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ അത് ആലോചിക്കണം. പിന്നെ റെൻറ്റ് നമ്മൾ ഭൂരിഭാഗ സമയത്തും വേറൊരാളുടെ പ്രോപ്പർട്ടി ചെയ്യുന്നത് കൊണ്ട് തന്നെ റെൻറ്റ് അഡ്വാൻസ് പലപ്പോഴും 1,00,000 രൂപയാണ് നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് റെൻ്റ് എങ്കിൽ അതിൻ്റെ 6 ഇരട്ടിയൊക്കെ റെൻറ്റ് അഡ്വാൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ 6,00,000 രൂപ, ദാറ്റ്സ് നോട്ട് എ സ്മോൾ എമൗണ്ട്. അപ്പോൾ അത് മനസ്സിൽ കാണണം, അത് എഴുതി വെക്കണം. ഇപ്പോൾ ടോട്ടൽ ബജറ്റിംഗ് പ്ലാൻ ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ KSCB-യുടെ ഡെപ്പോസിറ്റ്, ഫീസ്, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം ഒരു 150 സീറ്റും ഒക്കെയുള്ള അത്യാവശ്യം നല്ലോണം കുക്ക് ചെയ്യുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ കണക്റ്റഡ് ലോഡ് ഒരു 30+ ഉണ്ടാവും. അതിന് KSCBക്ക് അതിൻ്റെതായിട്ടുള്ള ഫീസും കാര്യം, ചിലപ്പോൾ ട്രാൻസ്ഫോമർ വെക്കേണ്ടി വന്നു എന്നൊക്കെ വരും. വലിയൊരു സംഭവമാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു കോമ്പൗണ്ടിൽ തന്നെ ഒരു നോൺ വെജിറ്റേറിയനും വെജിറ്റേറിയനും ഒരു കഫേയൊക്കെ ആയിട്ട് ചിലപ്പോൾ ഒരു ട്രാൻസ്ഫോമർ വെക്കേണ്ടി വന്നേക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ അന്വേഷിച്ച് മനസ്സിലാക്കി എത്ര ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. ഇത് KSCBക്ക് മാത്രമല്ല, വാട്ടർ അതോറിറ്റിക്ക് ഉണ്ടാവും. നമ്മൾ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പല സംഭവങ്ങൾ അവൈൽ ചെയ്യുമല്ലോ, അതിന് എത്ര വേണ്ടി വരും എന്നാലോചിക്കണം. അതുപോലെ ജനറേറ്റർ നിർബന്ധമാണ് ഒരു റെസ്റ്റോറൻറ്റിൽ. കാരണം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോയ കസ്റ്റമേഴ്സിന് പ്രശ്നമാകും. അപ്പോൾ ജനറേറ്റർ 1,00,000 രൂപയാവാം, അല്ലെങ്കിൽ 5,00,000 രൂപയാവാം. ഇപ്പോൾ കണക്റ്റഡ് ലോഡ് എത്രയാണ്, എന്താണ് അതിൻ്റെ കപ്പാസിറ്റി, എന്ത് ടെക്നോളജി നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഒക്കെ അനുസരിച്ച് ചെയ്യാം. പിന്നെ റെസ്റ്റോറൻറ്റുകളെ വല്ലാത്ത രീതിയിൽ അതായത് ഡെയിലി റണ്ണിങ് എക്സ്പെൻസസ് ഉണ്ടല്ലോ, മന്ത്ലി എക്സ്പെൻസസ്, അതിൽ ഭയങ്കരമായിട്ട് ബാധിക്കുന്നൊരു സാധനമാണ് ഇലക്ട്രിസിറ്റി ബിൽ. ഇപ്പോൾ ഒരു ആവറേജ് റെസ്റ്റോറൻറ്റിന് ഈ പറയുന്ന പോലെ 150 സീറ്റൊക്കെയുള്ള വലിയ AC കാര്യങ്ങളൊക്കെയുള്ള റെസ്റ്റോറൻറ്റിന് പിന്നെ ആവറേജ് ഒരു 10,00,000 രൂപയോളം ഒരു കൊല്ലം ഇലക്ട്രിസിറ്റി ബില്ലായിട്ട് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ധാരാളം സോളാർ കമ്പനികളുണ്ട്. അപ്പോൾ അവർ 5-10 kVA ഇത് സോളാർ സംഭവം ഉണ്ടാക്കി തരും. ചിലപ്പോൾ 1-2 കൊല്ലത്തെ ഇലക്ട്രിസിറ്റി ബില്ലിൽ നിന്ന് തന്നെ നമുക്ക് ആ പൈസ ഇൻസ്റ്റാൾ ചെയ്ത പൈസ തിരിച്ചു കിട്ടും. പിന്നെ നമുക്ക് നമ്മുടെ ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കമ്പനികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. 25 കൊല്ലത്തോളമാണ് ഇതിൻ്റെ ഗ്യാരണ്ടി. പിന്നെ KSCBയുടെ ഗ്രിഡിലേക്ക് നമ്മൾ ഡയറക്റ്റ് ഫീഡ് ചെയ്യുകയാണ് കറണ്ട്. അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് ഇല്ല, ബാറ്ററി ഇല്ല, ഒന്നുമില്ല. സോ 2 കൊല്ലം കൊണ്ട് ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ രൂപത്തിൽ ആ പൈസ തിരിച്ചു കിട്ടും. ബാക്കി 23 കൊല്ലം നമുക്ക് കിട്ടുന്ന ലാഭമാണെങ്കിൽ വി ക്യാൻ തിങ്ക് അബൌട്ട് ദാറ്റ് അല്ലേ. ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസയുണ്ട്, എത്ര പൈസയാവും അതൊക്കെ നോക്കിയിട്ട്. പിന്നെ അടുത്തത് ഡിസൈൻസ് ആൻഡ് ബ്രാൻഡിങ്. അതായത് ഒരു റെസ്റ്റോറൻറ്റ് നമ്മൾ തുടങ്ങാൻ നേരത്ത് നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും അതിനൊരു പേരിടുക, അതിനൊരു ഡിസൈൻ വേണം, ലോഗോസ് വേണം. ഡിസൈൻ ആൻഡ് ബ്രാൻഡിങ്ങിൽ ഒരുപാട് സാധനങ്ങളുണ്ട്, അത് ഞാൻ സെപ്പറേറ്റ് വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ അതിനൊരു കമ്പനിയെ ഏൽപ്പിക്കണം. അവർക്ക് എന്ത് പൈസ, ഇപ്പോൾ 10,000 രൂപയ്ക്ക് ലോഗോ ഡിസൈൻ ചെയ്ത് തരുന്ന ആൾക്കാരുണ്ട്. 5,00,000 രൂപ കൊടുത്താൽ പോലും ഞങ്ങൾക്ക് ഫീസ് ഇത്ര പോരാ, ഞങ്ങൾ ചെയ്യില്ല എന്ന് പറയുന്ന കമ്പനികളും ഉണ്ടാവും. അപ്പോൾ അത് ഏതാണ്, എങ്ങനെയാണ്, എന്താണ്, നമ്മുടെ ബജറ്റിന് പറ്റുമോ, നമുക്ക് പറ്റുന്ന ആൾക്കാരാണോ, അവർ കറക്റ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരുമോ, അവർക്ക് എത്ര സമയം എടുക്കും. കാരണം ഇതൊക്കെ ആദ്യം തന്നെ ഏൽപ്പിക്കണേ. ചിലപ്പോൾ 3 മാസം കൊണ്ട് ഇൻറ്റീരിയറിൻ്റെ പണി തീരും. എന്നിട്ട് അവസാനം പോയിട്ട് ലോഗോ ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ സൈൻ ബോർഡ് വെക്കലും എല്ലാം കുടുങ്ങിപ്പോവും. ഇതൊക്കെ ആദ്യം തന്നെ ആലോചിച്ച് ചെയ്യണമല്ലോ. അടുത്തത് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് ബിൽഡിംഗ് ഉണ്ടാക്കുന്ന കേസാണ്. ഇപ്പോൾ ഒരുപാട് പേര് ചെയ്യാറുണ്ട്. റോഡ് സൈഡിൽ ഒരു 30-40 സെൻറ്റ് സ്ഥലം ലീസിനെടുത്തിട്ട് അവിടെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി ചെയ്യുന്ന സംഭവം. അപ്പോൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്ത് കാശാവും, നമ്മളത് ചെയ്യുന്നുണ്ടെങ്കിലാണ്. പിന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ചെയ്യുകയാണെങ്കിൽ അതിന് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആ ബിൽഡിങ്ങിൻ്റേതായിട്ടുള്ള ഒരുപാട് റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും, അതൊക്കെ നമ്മൾ ചെയ്യണം. പിന്നെ റെസ്റ്റോറൻറ്റിൽ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം FSSAIയുടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന് ആദ്യം ചെക്ക് ചെയ്യുന്ന സാധനങ്ങളിലൊന്ന് വെള്ളമാണ്. അപ്പോൾ നമുക്ക് നല്ല വെള്ളം അവിടെ ഇല്ലെങ്കിൽ ആ നല്ല വെള്ളം ഉണ്ടാക്കാനുള്ള പരിപാടി ആദ്യം ചെയ്യണം. പിന്നെ അതുപോലെ ധാരാളം വേസ്റ്റ് വാട്ടർ വരുന്നൊരു സ്ഥലമാണ് റെസ്റ്റോറൻറ്റ്. ആ വെള്ളം ട്രീറ്റ് ചെയ്തിട്ട് മാത്രമേ ഒഴുക്കി കളയാൻ നമ്മുടെ ഓടകളിലേക്കോ എന്തിലും വെച്ചാൽ ഒഴുക്കി കളയാൻ പാടുള്ളൂ. അപ്പോൾ അതിനുള്ള പ്ലാന്റും ഉണ്ടാക്കണം, അതിനുള്ള പൈസ കരുതണം. റെസ്റ്റോറൻറ്റ് ഇൻറ്റീരിയർ ഞാൻ പറയാം മിനിമലിസ്റ്റിക് ഇൻറ്റീരിയർ ചെയ്യാനാണ്. ഒരുപാട് പൈസയിലാക്കി ഇൻറ്റീരിയർ ചെയ്യുന്നതൊക്കെ അന്തക്കാലത്തെ പരിപാടിയാണ്. അതിലൊന്നും കാര്യമില്ല. പ്ലസൻ്റ് ആയിട്ടുള്ള നമ്മുടെ കോൺസെപ്റ്റിന് പറ്റുന്ന കോസി ആയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ സിമ്പിൾ ഇൻറ്റീരിയർ ചെയ്യാനേ ഞാൻ പറയുള്ളൂ. സീലിംഗ് ഒന്നും വേണ്ടാന്ന് ഞാൻ പറയാം. ജസ്റ്റ് പെയിൻറ്റ് ചെയ്താൽ മതി. ബ്ലാക്ക് ഡാർക്ക് കളർ
പെയിൻറ് ചെയ്തിട്ട് ലൈറ്റ്സ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളത് കാണില്ല സീലിംഗ്. ദാറ്റ് ബി ഫൈൻ. വെറുതെ പൈസ ഇളാക്കിയിട്ട് കളയേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഞാനിപ്പോൾ ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞു. ലൈറ്റിങ് ഇതിനൊക്കെ കാശ് എത്രയാവുന്നു മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കണം. ലൈറ്റിംഗ് ഒക്കെ 2, 3, 4 ലക്ഷം രൂപയിൽ നിന്നു വരില്ല കേട്ടോ. അതായത് ഇന്നത്തെ കാലത്ത് പല ഓപ്ഷൻസ് ഉണ്ട്. നമ്മളിതിങ്ങനെ അത് കൊള്ളാലോ ഇത് കൊള്ളാലോ എന്ന് അവസാന നിമിഷം പോയി നോക്കിയിട്ട് 8 ലക്ഷം രൂപ വേണം അല്ലേ, അങ്ങനെയൊക്കെ ആവുന്ന സന്ദർഭങ്ങളുണ്ട്. അതായത് ഈ ലൈറ്റിംഗ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടത്തപ്പെടുന്ന സാധനങ്ങളിലൊന്നാണ് ഈ ലൈറ്റുകൾ. പോണ്ടിച്ചേരി, മാഹി സംസ്ഥാനം പോണ്ടിച്ചേരി എന്ന്. കാരണം അവിടെ ടാക്സ് കുറവായിരുന്നു പണ്ട്, ഇപ്പം എന്തോ വ്യത്യാസം വന്നു. അപ്പം അതൊക്കെ വലിയ പൈസ ചിലവാകുന്ന സംഭവങ്ങളാണ്. നമ്മൾ ഇതിലേക്കൊക്കെ ഇറങ്ങുമ്പോഴാണ് നമുക്കിത് മനസ്സിലാവുക. ഫേർണിച്ചർ, റെസ്റ്റോറൻറ്റിലേക്ക് വേണ്ട ഫേർണിച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ സെപ്പറേറ്റ് വേറൊരു വീഡിയോ ചെയ്യാം. ലൈറ്റിങ് ഞാൻ സെപ്പറേറ്റ് വേറൊരു വീഡിയോ ചെയ്യാം. പിന്നെ റെസ്റ്റോറൻറ്റിലേക്ക് വേണ്ട ഫേർണിച്ചർ എന്ന് പറയുന്നത് നമുക്ക് ടേബിളും ചെയറും ആണ് നമുക്ക് ആദ്യമായിട്ട് തോന്നുക. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ ക്യാഷ് കൗണ്ടർ, സർവീസ് ടേബിൾ, അങ്ങനെ വേറെ കുറേ സാധനങ്ങളുണ്ട് റെസ്റ്റോറൻറ്റിലേക്ക്. ചുമ്മാ ടേബിളും ചെയറും ഉണ്ടായി കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റിൽ ആവശ്യത്തിനുള്ള ഫേർണിച്ചർ ആവില്ല. അപ്പോൾ അത് ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ഫർണിച്ചർ ഉണ്ടാക്കുന്ന ആളുകളോട് പോയി ഒന്ന് ചോദിച്ച് വെറുതെ അവിടെ ചിലപ്പോൾ ഡിസ്പ്ലേയിലൊക്കെ ഫേർണിച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഏതാണെന്ന് നോക്കി. ഇപ്പോൾ ദുബായിലാണെങ്കിൽ ഓക്കെ ഫേർണിച്ചർ ഒന്ന് പോയി നോക്കിയാൽ മതി, നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ധാരാളം ഫർണിച്ചർ കടകളുണ്ട്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മരക്കച്ചവടം ചെയ്തിരുന്ന ആൾക്കാർ കോഴിക്കോട് കല്ലായിലാണ്. അപ്പോൾ നമുക്കത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് പോയി നോക്കുക, എത്ര പൈസയാവുമെന്ന് അറിയുക, അത്രയൊക്കെ ഉള്ളൂ. സൈനേജസ് എന്ന് പറഞ്ഞാൽ സൈൻ ബോർഡ് ഒരുപാട് പൈസയാവും കേട്ടോ. ചില്ലറ പൈസയിലൊന്നും നിൽക്കില്ല, ലക്ഷക്കണക്കിന് രൂപയാവും നല്ല സൈൻ ബോർഡ്സ് റോഡ് സൈഡിലൊക്കെ ഉണ്ടാക്കി വെച്ച്. കാരണം മൾട്ടിപ്പിൾ സൈൻ ബോർഡ്സ് വേണ്ടി വരും. റോഡ് സൈഡിൽ വരുന്ന വാഹനങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള സൈൻ ബോർഡ്, റെസ്റ്റോറൻറ്റ് മുകളിലുള്ള സൈൻ ബോർഡ്. ചിലപ്പോൾ നിങ്ങൾ മൾട്ടിപ്പിൾ ബ്രാൻഡിങ് ചെയ്യുന്നുണ്ടാവും. അതായത് ഒരു കഫേ ഉണ്ടാവും, ആ കഫേക്ക് സെപ്പറേറ്റ് ബ്രാൻഡിങ് ആയിരിക്കും. ഇതിനൊക്കെ സൈൻ ബോർഡ്സ് വേണം. ഡിസൈനിന് കൊടുത്ത പൈസ വേറെ, സൈൻ ബോർഡ് ഉണ്ടാക്കാനുള്ള പൈസ വേറെ, പിന്നെ അതിനകത്ത് ഇലക്ട്രിസിറ്റി കത്തിച്ചിട്ട് മാസാമാസം കൊടുക്കുന്ന പൈസ വേറെ ചിലവാണേ. ഇനി എയർ കണ്ടീഷനിങ് എങ്ങനെ ചെയ്യണം? എയർ കണ്ടീഷനിങ് നമുക്ക് സ്പ്ലിറ്റ് AC വെച്ചിട്ട് ചെയ്യാം. ഇനി അതല്ല സെൻട്രലൈസ്ഡ് AC വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. നല്ലൊരു HVACയുടെ ആൾക്കാരെ വിളിച്ച് അതൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. CCTV റെസ്റ്റോറൻറ്റിലെ എവ്രി നുക്ക് ആൻഡ് കോർണർ ഷുഡ് ബി കവേർഡ് ഇൻ ക്യാമറ. അതായത് റെസ്റ്റോറൻറ്റിൻ്റെ പുറം മുതൽ, പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പുറം ഭാഗം മുതൽ ഓരോ ഡോറുകൾ മുതൽ ഓരോ സ്പോട്ടും, ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്ന സംഭവം റെസ്റ്റോറൻറ്റിൽ ഉണ്ടാവരുത്. കാരണം അതിലൊരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ ഒരു സ്റ്റാഫ് ഒരു കസ്റ്റമർ പറയുകയാണ് എന്നോട് നിങ്ങളുടെ സ്റ്റാഫ് മിസ്ബിഹേവ് ചെയ്തു, തെളിവ് വേണ്ടേ? നമ്മൾ ഫുൾ റെസ്റ്റോറൻറ്റ് CCTV കവേർഡ് ആണെങ്കിൽ ഒരു പ്രശ്നമില്ല അല്ലേ, നമുക്ക് കാണാം. മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ടോ തൂക്കിയെടുത്ത് പോലീസിൽ കൊടുക്കാം. മിസ്ബിഹേവ് ചെയ്തിട്ടില്ലേ കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കാം, ഒന്നും നടന്നിട്ടില്ല സാർ, നിങ്ങൾ വെറുതെ പറയരുത്. അല്ലെങ്കിൽ ഒരു ഫുഡ് പോയ്സൺ വന്നു, ഇപ്പം നമുക്കെതിരെ പിന്നെ പോലീസിലൊരു പരാതി വരികയാണ്, അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലൊരു പരാതി വരികയാണ്. അവർ വരുമ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാം, സാർ ഇന്ന ദിവസം ആണ് സ്റ്റോറിലേക്ക് ഈ സാധനം വന്നത്, അതിൻ്റെ ഫുട്ടേജ് ഇതാ. സ്റ്റോറിൽ നിന്ന് നമ്മൾ ഇന്ന രീതിയിലാണ് അത് പ്രോസസ്സ് ചെയ്ത് കിച്ചണിലേക്ക് എത്തിച്ചത്, അതിൻ്റെ ഫുട്ടേജ് ഇതാ. കിച്ചണിൽ ഇത് ഇന്ന രീതിയിലാണ് കുക്ക് ചെയ്തത്, അതിന് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഈ വഴിക്കാണ് വന്നത്, കുക്ക് ചെയ്തതിൻ്റെ ഫുട്ടേജ് ഇതാ. അത് ഇത്ര സമയം കൊണ്ട് കുക്ക് ചെയ്ത് ഒട്ടനെ പ്ലേറ്റിലാക്കി കസ്റ്റമറുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കാര്യമായ തെറ്റുകളൊന്നും ഉണ്ടായിട്ടില്ല. ഇനി ചിലപ്പോൾ ഇൻഗ്രീഡിയൻറ്റ് മേടിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയില്ല. ഇന്ന ഇൻഗ്രീഡിയൻസ് ആണെന്ന് ഫുട്ടേജിൽ സാറ് കണ്ടല്ലോ, ഇതാണ് അതിൻ്റെ ബില്ല്, ഈ ആൾക്കാരാണ് അത് തന്നിട്ടുള്ളത്, അവരുടെ GST രജിസ്ട്രേഷൻ ഇതാണ്, അവരുടെ FSI രജിസ്ട്രേഷൻ ഇതാണ്. ഇങ്ങനെ നമുക്ക് സംസാരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആണല്ലേ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? പത്രത്തിൽ വാർത്ത വരും, അവിടെ ഫുഡ് പോയ്സണാണ്, ഭയങ്കര കുഴപ്പമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. പത്രത്തിൽ വാർത്ത കൊടുക്കുന്നവരെ തെറ്റ് പറയാൻ പറ്റില്ല, കാരണം നമ്മുടെ കയ്യിൽ തെളിവില്ല, ഒന്നുമില്ല, പിന്നെന്താ അവർ ചെയ്യേണ്ടത്? പക്ഷെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ അത് CCTV വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 ആസ്പെക്റ്റ് മാത്രമൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട് CCTVയിൽ. അപ്പോൾ വെൽ കവേർഡ് ആയിട്ടുള്ള ഒരു CCTV സിസ്റ്റം ഉണ്ടാക്കുന്നത് നല്ലതാണ്. അടുത്ത കിച്ചൺ എക്യുപ്മെൻറ്റ്. ഒരു മൾട്ടി ക്യൂസീൻ റെസ്റ്റോറൻറ്റിൻ്റെ 5, 6, 7 ക്യൂസീൻ കൊടുക്കുന്ന റെസ്റ്റോറൻറ്റിൻ്റെ മൊത്തം കിച്ചൺ എക്യുപ്മെൻറ്റ് 10-30 ലക്ഷം രൂപയാവും പുതിയത് മേടിച്ചാൽ. അപ്പോൾ അത് കിച്ചൺ എക്യുപ്മെൻറ്റ് മാനുഫാക്ചേഴ്സ് ധാരാളം ഉണ്ട്. ധാരാളം എന്ന് പറഞ്ഞാൽ അത്രയും. അവരോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ കാണിച്ചു തരും, പറഞ്ഞു തരും, നമുക്കറിയാം. അതുപോലെ ചെയ്യേണ്ട കാര്യമാണ് ഹുഡ് ആൻഡ് ഫ്രഷ് എയർ. കിച്ചൺ എക്യുപ്മെൻസിൻ്റെ മുകളിൽ ഹുഡ് വേണം, ഫ്രഷ് എയർ ഇൻപുട്ട് വേണം. അതും HVAC ആയിട്ട് ബന്ധപ്പെട്ടൊരു സിസ്റ്റമാണ്. കാര്യപ്പെട്ടൊരു കമ്പനിയോട് അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞുതരും. അടുത്തത് യൂട്ടൻസിൽസ്.
കുക്ക് ചെയ്യാനുള്ള പാത്രങ്ങൾ, കയ്യിലുകൾ, അത് ഇത് എല്ലാ സാധനങ്ങളും. അതിനെ പറ്റിയിട്ട് ഞാൻ വേറൊരു വീഡിയോ, യൂട്ടൻസിൽസിനും കട്ട്ലറിയും ക്രോക്കറിയും പറ്റി വേറൊരു വീഡിയോ ഞാൻ ചെയ്യാം. അത് നിങ്ങൾ വിൽക്കുന്ന ധാരാളം കടകളുണ്ട്. ഇപ്പോൾ കൊച്ചിയിലുണ്ട്, കോഴിക്കോടുണ്ട്, എല്ലായിടത്തും ഉണ്ട്, കോയമ്പത്തൂരുണ്ട്, ധാരാളം സ്ഥലങ്ങൾ. നിങ്ങൾ പോവുക, കാണുക. പിന്നെ പോട്ടറികളുണ്ട്, അതായത് പാത്രങ്ങൾ കൈകൊണ്ടുണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെ പലതും ഉണ്ട്. അവിടെയൊക്കെ പോയാൽ വില അറിയാം. അപ്പോൾ എത്രയാവും എന്നുള്ളൊരു എസ്റ്റിമേറ്റ് കിട്ടും. അടുത്ത കുക്കിംഗ് ഗ്യാസ്, പ്രീ ഓപ്പറേറ്റീവ് കുക്കിംഗ് ഗ്യാസ് വേണ്ടി വരും. കാരണം നമ്മൾ ഫുഡ് ട്രയൽ ചെയ്യും, സ്റ്റാഫിന് മുൻകൂട്ടി ജോയിൻ ചെയ്ത് സ്റ്റാഫിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. കുക്കിംഗ് ഗ്യാസ് ഭയങ്കര വിലയുള്ള സാധനം. 2000 രൂപയുടെ അടുത്തെങ്ങാനും വിലയുണ്ട് ഈ സാധനത്തിന്. ഡെയിലി കൂടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇന്നലെ അക്കൗണ്ടന്റ് പറഞ്ഞത്. അപ്പോൾ കാണണം. കാരണം 10 സിലിണ്ടർ മേടിച്ച് 20,000 രൂപയായി, ചിലവാണേ. അടുത്തത് ബേക്കറി. നിങ്ങൾ ബേക്കറി സെറ്റപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബേക്കറിക്ക് വേണ്ട ഒരുപാട് സാധനങ്ങൾ വേറെ ചെയ്യണം. കാരണം കോൾഡ് കിച്ചൺ ഉണ്ടാവും. ഇപ്പോൾ പേസ്ട്രി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സെറ്റപ്പ് വേറെ വേണം. ബേക്ക് ചെയ്യാൻ ഹോട്ട് കിച്ചൺ ഉണ്ട്, അത് വേണം. അപ്പോൾ അത് ആലോചിച്ചിട്ട് ചെയ്യണം. പിന്നെ മൊബൈൽ ആപ്പ് വേണോ? വേണമെങ്കിൽ വേണം. എത്ര രൂപയാവും നോക്കണം. മെയിൻറ്റെയിൻ ചെയ്യാൻ എത്ര രൂപയാവും നോക്കണം. ആപ്പിൾ സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ ആഡ് ചെയ്യാൻ എത്ര രൂപയാവും നോക്കണം. അത് ആഡ് ചെയ്യണം. അടുത്തത് വെബ്സൈറ്റ് വേണമെങ്കിൽ അതിന് ചിലവുണ്ട്, നോക്കണം. വണ്ടികൾ നിങ്ങൾക്ക് ഔട്ട്റൈറ്റ് പർച്ചേസ് ചെയ്യാം, ഡൗൺ പേയ്മെൻറ്റ് കൊടുത്ത് പർച്ചേസ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ അതിനെന്ത് ചിലവാവും നോക്കുക. സ്റ്റാഫ് ക്വാർട്ടേഴ്സ് സെറ്റപ്പ് ചെയ്യണം. അവിടെ ബെഡ് വേണം, കിടക്കവേരി വേണം, തലയണോറ വേണം. പിള്ളേർക്ക് കുട്ടികൾക്ക് കുളിക്കാനും ഉള്ള സംഭവങ്ങളൊക്കെ ബക്കറ്റ്, മഗ് കാര്യങ്ങളൊക്കെ വേണം. പിന്നെ അതിന് റെന്റ് ഡെപ്പോസിറ്റ് കൊടുക്കേണ്ടി വരും. അതൊക്കെ ആലോചിക്കുക. പറ്റുവെച്ചാൽ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് വളരെ അടുത്താവാനും ശ്രദ്ധിക്കുക. സ്റ്റാഫ് ക്വാർട്ടേഴ്സിനെ കുറിച്ചിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അടുത്തത് യൂണിഫോംസ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നമ്മളൊരു 3 പെയർ യൂണിഫോം സർവീസ് സ്റ്റാഫിന് കൊടുക്കണം, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് മോശമാവും. അപ്പോൾ 3 പെയർ ഷർട്ട്, 2 പെയർ പാൻസ്, ഷൂസ് എല്ലാം വേണ്ടേ. ഷെഫാണെങ്കിൽ തൊപ്പി ഒക്കെ വേണേ, ചിലവാണേ. യൂണിഫോം കമ്പനികൾ ധാരാളം ഉണ്ട്, അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. പിന്നെ POS മെഷീൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്യുന്ന മെഷീനെ POS എന്നാണ് പറയുക. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോയിന്റ് ഓഫ് സെയിൽ എന്നാണ്. അതായത് നമ്മുടെ ബില്ല് ചെയ്യാനുള്ള സെറ്റപ്പ്. അതിന് സോഫ്റ്റ്വെയർ വേണം, അത് വേണം, ഇത് വേണം, ബാങ്കിൻ്റെ POS വേണം, ഒക്കെ വേണം കേട്ടോ. അതും നല്ലൊരു ചിലവാണ്. ഒരു 50,000 പ്ലസ് പോയേക്കും. ഇൻഷുറൻസ്, ബിൽഡിംഗ് ഇൻഷുർ ചെയ്യാൻ മറക്കരുത്. 1.5 കോടി രൂപ ചിലവാക്കിയിട്ട് റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കിയിട്ട് അതെങ്ങാനും കത്തിപ്പോയ 1.5 കോടി പോയേ. ഇൻഷുർ ചെയ്ത് വെക്കുന്നതല്ലേ നല്ലത്. സ്റ്റാഫിനും ഇൻഷുറൻസ് വേണം. സ്റ്റാഫിന് വർക്ക്മെൻ കോമ്പൻസേഷൻ ഇൻഷുറൻസോ അങ്ങനെ എന്തോ ഒരു സാധനമുണ്ട്, എനിക്ക് കൃത്യമായിട്ട് എൻ്റെ പേരറിയില്ല. പിന്നെ പ്രോപ്പർട്ടി ഇൻഷുറൻസ് വേണം. ചിലവാണ്, അതും കൂട്ടണം. റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്, അതായത് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസിലേക്ക് ഒരു പൈസ എപ്പോഴും മാറ്റി വെക്കണം. കാരണം ചിലപ്പോൾ പ്രീ ഓപ്പറേറ്റീവ് തന്നെ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസിലേക്ക് പോകേണ്ടി വരും. പറയാൻ പറ്റില്ല. ഒരു പൈപ്പ് പൊട്ടിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം നിങ്ങൾ ഒരു സെക്കൻഡ് ഹാൻഡ് ജനറേറ്ററാണ് മേടിച്ചത്, അത് ഓണാവുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും? റിപ്പയർ ചെയ്യേണ്ടി വരും, നമുക്കറിയില്ല. ഒരു പൈസ കണ്ടു വെക്കണം. പിന്നെ പ്രീ ഓപ്പറേറ്റീവ് റെൻറ്റ്, നമ്മൾ ചിലപ്പോൾ നമുക്ക് ഒരു ബിൽഡിംഗ് തന്നിട്ട് 3 മാസം റെൻറ്റ് വേണ്ട മക്കളെ, നിങ്ങൾ അതുകൊണ്ട് ഇനാഗുറേറ്റ് ചെയ്താൽ മതിയെന്ന് ബിൽഡിങ്ങിൻ്റെ മുതലാളി പറഞ്ഞിട്ടുണ്ടോ. പക്ഷേ 3 മാസം കൊണ്ട് നമുക്ക് ഇനാഗുറേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, 5 മാസം എടുത്തിട്ടുണ്ടെങ്കിലോ 2 മാസം റെൻറ്റ് നമ്മൾ കൊടുക്കണ്ടേ. അപ്പോൾ പ്രീ ഓപ്പറേറ്റീവ് റെൻറ്റ്, ഇനാഗുറേറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള റെൻറ്റ്. പ്രീ ഓപ്പറേറ്റീവ് റെൻറ്റ് റെസ്റ്റോറൻറ്റ് മാത്രമല്ല സ്റ്റാഫ് ക്വാർട്ടേഴ്സിലും ഉണ്ടാവുക, മറക്കരുത്. പ്രീ ഓപ്പറേറ്റീവ് സാലറി, ഇപ്പോൾ ഒരു മാസം മുമ്പേ ജോയിൻ ചെയ്തിട്ടുണ്ടോ ഷെഫിനെ അല്ലെങ്കിൽ മാനേജറെ അങ്ങനെ ആരെങ്കിലും, അതിന് ജോയിൻ ചെയ്ത ദിവസം മുതൽ സാലറി കൊടുക്കണ്ടേ. അത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ വരുന്നതാണല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ് തുറന്നിട്ടില്ല, അപ്പോൾ ആ പൈസ ഇതിൽ പോവേ, അത് മറക്കരുത്. മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷൻസ്, അതായത് ബ്രാൻഡിങ് നമ്മൾ ചെയ്യുന്നു, ഡിസൈൻ ചെയ്യുന്നു, ലോഗോ ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇനി ഒരു മാർക്കറ്റിംഗ് ടീം വേണം. അഡ്വർടൈസ്മെൻറ്റ് എങ്ങനെ ഇതിനെ ജനങ്ങളുടെ ഇടയിൽ പോപ്പുലർ ആക്കണം. അപ്പോൾ അതിന് വേറെ ഡിസൈൻസ് വേണ്ടി വരും, അതിന് കോൺസെപ്റ്റ്സ് വേണ്ടി വരും, അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം, അത് പ്രിൻറ്റ് ചെയ്യേണ്ടി വരും, അത് ന്യൂസ് പേപ്പറിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടി വരും. പല ചിലവുകൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. സോഷ്യൽ മീഡിയ ആണെങ്കിൽ അതിൻ്റെ ചിലവുണ്ടാവും. ഫുഡ് ട്രയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-4, ഞാൻ സാധാരണ ഒരു 7 ദിവസമൊക്കെ കുക്ക് ചെയ്യിക്കാറുണ്ട് റെസ്റ്റോറൻറ്റ് തുറക്കുന്നതിന് മുമ്പ്. അതിന് പൈസ വേണം. കാരണം ഇൻഗ്രീഡിയൻസ് മേടിക്കണം, കുക്കിംഗ് ഗ്യാസ് മേടിക്കണം, ഒക്കെ വേണമല്ലോ. ഇൻഗ്രീഡിയൻസിന് ഒരു പൈസയാവില്ലേ. ഇനി ഫുഡ് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു കൺസൾട്ടൻറ്റിനെ ഹയർ ചെയ്തിട്ട്, അതായത് ഒരു ഫുഡ് കൺസൾട്ടൻറ്റിനെ ഹയർ ചെയ്തിട്ട് ആ പ്രസൻറ്റേഷനൊക്കെ ഉഷാറാക്കാം. അപ്പം അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പൈസ വേണം. ഫുഡ് ഫോട്ടോഗ്രാഫിക്ക് ഫോട്ടോഗ്രാഫർക്ക് പൈസ കൊടുക്കണം. ഫുഡ് ഫോട്ടോഗ്രാഫി നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഫോട്ടോ എടുത്തിട്ടല്ലേ നമുക്ക് മെനുവിലും പബ്ലിസിറ്റിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോട്ടോഗ്രാഫർക്ക് പൈസ കൊടുക്കണം, അയാളുടെ ഡിസൈനർക്ക് പൈസ കൊടുക്കണം, സ്റ്റൈലിസ്റ്റിന് പൈസ കൊടുക്കണം, ഒക്കെ വേണേ. ഇപ്പം കൊള്ളാവുന്ന ആൾക്കാരാണെങ്കിൽ 2-3 ലക്ഷം രൂപയൊക്കെ മേടിക്കും. 6-7 ലക്ഷം രൂപയൊക്കെ മേടിച്ചിട്ട് ഫുഡ് ഫോട്ടോഗ്രാഫി കേരളത്തിൽ ചെയ്യിച്ചിട്ടുണ്ട്.
അപ്പോൾ അതിന് നമുക്ക് പറ്റുന്ന രീതിയിൽ 20,000 രൂപയ്ക്ക് ചെയ്തു തരുന്നവരും ഉണ്ടാവും. പറ്റുന്ന രീതിയിൽ അത്യാവശ്യം അത്. പ്രിൻറ്റിങ് ഞാൻ പറഞ്ഞു, ഇപ്പം നമ്മൾ പബ്ലിസിറ്റിക്കുള്ള സാധനങ്ങൾ പ്രിൻറ്റ് ചെയ്യുന്നത്, അതല്ലാതെ ചിലപ്പോൾ ടേബിൾ മാറ്റ് വേണമെങ്കിൽ അത് പ്രിൻറ്റ് ചെയ്യണം, നമുക്ക് കസ്റ്റമർ ഫീഡ്ബാക്ക് ഫോം പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ അതിനൊരു പൈസ കരുതി വെക്കണം. സ്റ്റേഷനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിസിറ്റിംഗ് കാർഡ്സ് വേണം, അത് വേണം, ഇത് വേണം, അതിനും ഒരു പൈസ വേണം. സോപ്പ് ആൻഡ് ടിഷ്യൂ ഡിസ്പെൻസർ, അതായത് വാഷ്റൂമിൽ സോപ്പ് ഡിസ്പെൻസ് ചെയ്യണം, ടിഷ്യൂ ഡിസ്പെൻസ് ചെയ്യണം. പിന്നെ ഫ്രാഗ്രൻസ് ഡിസ്പെൻസ് ചെയ്യുന്ന സംഭവങ്ങളുണ്ട് നമ്മുടെ സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട്, അതൊക്കെ വേണം, അതിൻ്റെ പൈസ. പിന്നെ ഹാൻഡ് ഡ്രയർ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. സ്നാക്സ് കൗണ്ടർ, നമ്മളൊരു സെപ്പറേറ്റ് സ്നാക്സ് കൗണ്ടർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സെറ്റപ്പ്, അവിടെ ഹോട്ട് ഡിസ്പ്ലേ അല്ലെങ്കിൽ കോൾഡ് ഡിസ്പ്ലേ, അതൊക്കെ എക്യുപ്മെൻറ്റ് കൂട്ടിയിട്ടില്ലെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് കണ്ട്, ഞാൻ എപ്പോഴും സെപ്പറേറ്റ് ആയിട്ടാണ് ബേക്കറി ഉണ്ടാക്കുക, സ്നാക്സ് ഉണ്ടാക്കുക. കാരണം അങ്ങനെയാകുമ്പോൾ അതൊരു സെപ്പറേറ്റ് വരുമാനം പോലെ അങ്ങ് വർക്ക് ചെയ്യും. അത് വേണമെങ്കിൽ റെസ്റ്റോറൻറ്റിൻ്റെ ടൈമിംഗ് അല്ലാതെ വേറൊരു ടൈമിങ്ങിൽ വർക്ക് ചെയ്യും. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ. നമുക്ക് വേറൊരു സ്ഥലത്ത് ഒരാൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം അങ്ങനെ ഒരു സംഭവം. പേസ്ട്രി കൗണ്ടർ, ബേക്കറി നേരത്തെ പറഞ്ഞു, ഇത് പേസ്ട്രി ബേക്കറിയുടെ കൂടെ വേണമെങ്കിൽ വെക്കാം, പക്ഷേ പേസ്ട്രി എന്ന് പറയുന്നത് ബേക്കറി ഇല്ലാതെയും ചെയ്യാം. കാരണം ബേക്കറി ഇപ്പോൾ കേക്കും കാര്യങ്ങളൊന്നും വേണ്ടാന്ന് വെച്ചാൽ, പക്ഷെ പേസ്ട്രീസ് സ്റ്റിൽ എല്ലാ റെസ്റ്റോറൻറ്റിലും വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അടുത്തത് ഇനാഗുറേഷൻ എങ്ങനെ ചെയ്യണം? വലിയ രീതിയിൽ ചെയ്യണം. ഒരു രാഷ്ട്രീയ നേതാവിനെ കൊണ്ട് ചെയ്യണമെങ്കിൽ 30 കിലോ പൈസ ഒന്നും കൊടുക്കേണ്ടി വരില്ല. പക്ഷെ നമുക്കിപ്പോൾ വേണമെങ്കിൽ വലിയൊരു സിനിമാ താരത്തിനെ കൊണ്ട് ഇനാഗുറേറ്റ് ചെയ്യിച്ചൂടെ? അപ്പോൾ അതിന് പൈസ കൊടുക്കേണ്ടി വരും മൂപ്പരിക്ക്. അപ്പോൾ ഇനാഗുറേഷൻ എങ്ങനെ വേണം, അതിനെന്ത് ചിലവാകും, എത്ര പേര് വരും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, കോവിഡ് പ്രോട്ടോക്കോൾ എല്ലാം നോക്കി അതിനെന്ത് ചിലവ് വരും, അത് കണക്ക് കൂട്ടി വെക്കണം. പിന്നെ ഒരു റിസർവ് ഫണ്ട്. ഇത് ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം എന്തെങ്കിലും വ്യത്യാസം വരും. ഇടയിൽ കൊറോണ കയറി വന്നു, എന്ത് ചെയ്യും? കുടുങ്ങിയ. അപ്പോൾ അതിന് അധിക ചിലവുകൾ വരും. ഒരു റിസർവ് ഫണ്ട് കണ്ടുവെക്കണം. ഇപ്പോൾ ഒരു 5% ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 5-10% റിസർവ് ഫണ്ട് കണ്ടുവെക്കുന്നത് നല്ലതാണ്. ചിലവായില്ലെങ്കിൽ കുഴപ്പമില്ലെന്നേ, പൈസ കയ്യിലുണ്ടാവുമല്ലോ. ഇല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് ഓടേണ്ടി വരും, ബുദ്ധിമുട്ടിലാവും. ഇനി അടുത്ത് പറയുന്ന 50ാമത്തെ കാര്യമാണ് കൺസൾട്ടൻസി ഫീ. ഇനിയും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. കൺസൾട്ടൻസിന് നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ എന്നെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എൻ്റെ ഫീസ് എന്ന് പറയുന്നത് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ, ഇപ്പോൾ 1 കോടി രൂപയുടെ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ 10%, അല്ലെങ്കിൽ 10 ലക്ഷം രൂപ. ദാറ്റ്സ് മൈ ഫീ. അപ്പോൾ 1 കോടി രൂപയുടെ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ 10 ലക്ഷം രൂപ. കാരണം 10% 10 മറ്റേതും 10 തന്നെയാണ്. 75 ലക്ഷം രൂപയുടെ ആണെങ്കിൽ 10% 7 ലക്ഷം രൂപയാവുന്നുള്ളൂ. എൻ്റെ മിനിമം ഫീസ് 10 ലക്ഷം രൂപയാണ്. അതാണ് എൻ്റെ ഫീസ്. 1.5 കോടി ആണെങ്കിൽ അതിൻ്റെ 10% 15 ലക്ഷം രൂപ. സോ ദാറ്റ്സ് മൈ ഫീസ്. ഇതിൽ കുറവ് വർക്ക് ചെയ്യുന്നുണ്ടോ കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ടോ എനിക്കറിയില്ല. വേണമെങ്കിൽ അതും കൂടെ കൂട്ടുക. അപ്പോൾ ഇത്രയും ബേസിക് കാര്യങ്ങൾ ഉള്ള പൈസ ഒരു പേപ്പറിൽ എഴുതി വെച്ച് അത് എത്രയാണെന്ന് കണ്ടുപിടിച്ച് അത്രയും പൈസ കംഫർട്ടബിളായിട്ട് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഇതിനിറങ്ങിത്തിരിക്കാവൂ. തുടങ്ങാം, പൈസ എവിടുന്നെങ്കിലും വന്നോളും എന്ന് വിചാരിച്ച മിക്കവാറും എന്നല്ല, എന്തായാലും ഏകദേശം കുഴിയിലാവും. ശരിയാവും. താങ്ക് യു.